ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലെ ദഹ്റാനിലാണ്. ദഹ്റാനിലെ കിങ് അബ്ദുള്ളസീസ് സെൻറ്റർ ഫോർ വേൾഡ് കൾച്ചർ അഥവാ ഇത്ര എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു മ്യൂസിയത്തിലാണ്. സൗദി അറാംകോയുടെ കീഴിലാണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത്. സൗദി അറേബ്യയിലെ ആദ്യത്തെ എണ്ണക്കിണർ സ്ഥിതി ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു. അപ്പോൾ 2018 ഇവരിവിടെ ഇങ്ങനെ ഒരു മ്യൂസിയം പണി കഴിപ്പിച്ചത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കിലോമീറ്ററുകളോളം വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന വലിയൊരു ക്യാമ്പസിനകത്താണ് ഇത്ര എന്ന് പറയുന്ന ഈ ഒരു മ്യൂസിയം പ്രവർത്തിക്കുന്നത്. 4 വലിയ പാറക്കല്ലുകൾ അടുക്കി വെച്ച പോലത്തെ ഒരു ഡിസൈനാണ് ഈ ഒരു മ്യൂസിയത്തിന്. ഇതിൽ നടുവിൽ നിൽക്കുന്ന ആ ഒരു നിർമ്മിതിക്ക്, അതായത് ആ കെട്ടിടത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം 110 മീറ്റർ ഉയരം വരുന്ന ഒരു നിർമ്മിതിയാണത്. 4 പാറക്കല്ലുകൾ അടുക്കി വെച്ച പോലത്തെ ഒരു ഡിസൈനിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് നോർവേ ബേസ്ഡ് ആയിട്ടുള്ള സ്നോഹെട്ട എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ ഫേമാണ് ഈ നിർമ്മിതി പൂർത്തിയാക്കിയിട്ടുള്ളത്. 2008 ഈ മ്യൂസിയത്തിൻ്റെ നിർമ്മാണം ഇവിടെ ആരംഭിക്കുന്നത്. ഇത് ഏകദേശം ചെറിയൊരു കുന്നുപോലത്തെ ഒരു സ്ഥലമാണ്. അത് ചെറിയൊരു ഉയർന്ന പ്രദേശമാണ്. സൗദി അറേബ്യയിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള എണ്ണക്കിണർ സ്ഥിതി ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു. ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ ഇത്ര എന്ന് പറയുന്ന മ്യൂസിയം പ്രവർത്തിക്കുന്നത്. കിലോമീറ്ററുകളോളം വിസ്തൃതിയിലുള്ള ഒരു ക്യാമ്പസാണ്. അതിന് നടുക്കാണ് ഈ ഒരു മ്യൂസിയം പ്രവർത്തിക്കുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ നിർമ്മാണത്തിന് പൂർണ്ണമായിട്ട് ഗ്ലാസും മെറ്റലുമാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറിന് വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളിതിൻ്റെ അടുത്തെത്തുമ്പോൾ വളരെ വലിയ ഒരു ഭീമാകാരനായിട്ടുള്ള പാറ നിൽക്കും പോലെയാണ് തോന്നുക. ഇതിൻ്റെ താഴ്ന്നു നോക്കുമ്പോഴാണ് ഈ ഒരു നിർമ്മിതിയുടെ വലിപ്പം എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. ഇതിൻ്റെ താഴെയൊക്കെ ഇവരിങ്ങനെ ഗാർഡൻ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ക്യാമ്പസ്. അങ്ങ് ദൂരെ കാണുന്നതൊക്കെ പെട്രോളിയം അതുമായിട്ട് ബന്ധപ്പെട്ട അറാംകോയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ഇതൊക്കെയാണത്. അവിടെ എണ്ണ ശേഖരിക്കുന്ന ടാങ്കുകൾ അതൊക്കെയാണ് അവിടെ. ഇത് വലിയൊരു ക്യാമ്പസാണ്. ഇതിൻ്റെ എലിവേഷനിൽ ഉപയോഗിച്ച ഒരു സ്റ്റീലുകൾ, അതായത് 500 കിലോമീറ്ററോളം നീളം വരുന്ന സ്റ്റീൽ റോഡ്സാണ് ഇതിൻ്റെ എലിവേഷന് വേണ്ടി വരുന്നത്. ഇങ്ങനെ ഇതൊരു ഹൊറിസോണ്ടലായിട്ട് ഇവരിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻസ്, ഇത് ഈ ബിൽഡിങ് കംപ്ലീറ്റ് അതുപോലെ തന്നെയാണ് ഹൊറിസോണ്ടൽ ലൈൻസാണ്. ഇത് ഏകദേശം 500 കിലോമീറ്ററോളം നീളത്തിൽ നമ്മൾ മീൻസ് ഇത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ 500 കിലോമീറ്ററോളം നീളം വരും എന്നാണ് ഇവർ പറയുന്നത്. ബിൽഡിങ് മൊത്തം അങ്ങനെയാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് സ്ട്രക്ചറാണ്. അതിന് പുറത്ത് ഇവർ കവർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻസിൽ ഒരു റൗണ്ട് പൈപ്പുകൾ, സ്റ്റീലിൻ്റെ റോഡുകളാണ്. നാല് പാറക്കഷ്ണങ്ങൾ നിൽക്കുന്ന പോലെയാണ് ഈ ബിൽഡിങ്. ഇടയിലൊരു കല്ല് തങ്ങി നിൽക്കുന്ന പോലെയാണ് ഈ വലിയ ടവറിൻ്റെയും. ഇതാണ് വലിയ ടവർ. അതിനോട് ചേർന്നാണ് ഇത് വലിയൊരു പാറ പോലെ നിൽക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. ഇതിങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടും ഉണ്ട്. അവിടെ താഴെ
ഇതിങ്ങനെ അവിടത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തൊരു കല്ല് തള്ളി നിൽക്കുന്ന പോലൊരു രൂപമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കല്ല് തങ്ങി നിൽക്കുന്ന പോലെയാണ് ഒരു ബിൽഡിങ്. മറ്റൊരു പാർട്ടാണ് ഇത്. ഈ ഒരു മ്യൂസിയത്തിന് ചുറ്റും ഇവർ ഗാർഡൻ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ഗാർഡനാണ്. അതിന് ശേഷമാണ് ഇവിടെ പാർക്കിങ്ങിന് വേറൊരു സ്പേസാണ്. കാരണം ഇത് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്നൊരു ക്യാമ്പസാണ്. സൗദിയിലുള്ള ആളുകൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണിത്. ഇതിവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ ബിൽഡിങ്ങിൻ്റെ. ഈ ബിൽഡിങ്ങിൽ രാത്രി ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. എസ്പെഷ്യലി ഒക്കേഷനിലൊക്കെ ഇവിടെ ലൈറ്റ് ഷോ ഒക്കെ നടക്കാറുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ മറുഭാഗത്തു നിന്നുള്ള വ്യൂ ആണിത്. ഇവിടെ നിന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും ഇത് 4 വലിയ പാറക്കല്ലുകൾ വെച്ച പോലത്തൊരു അടുക്കി വെച്ച പോലത്തെ ഒരു നിർമ്മിതിയാണെന്ന്. അങ്ങനെയാണത്. ഇതിൽ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ ഈ ബിൽഡിങ്ങിൽ മൊത്തം ലൈറ്റ് ഷോ നടക്കാറുണ്ട്. ഇവിടെ ഇതിൻ്റെ എൻട്രൻസിലേക്ക് ഈ ബിൽഡിങ് കറങ്ങി വേണം നമ്മൾ പോകാനായിട്ട്. ഈ കാണുന്ന ടവറിനാണ് 110 മീറ്റർ നീളം ഉള്ളത്. ഇതിൽ ഓരോ ബിൽഡിങ്ങിലും ഓരോ രീതിയിലാണ് ഈ പുറത്തുള്ള എക്സ്റ്റീരിയറിൽ ഉള്ള സ്റ്റീൽ റോഡുകൾ കൊടുത്തിട്ടുള്ളത്. വെർട്ടിക്കലായിട്ടുണ്ട്, ഹൊറിസോണ്ടലായിട്ടുണ്ട്, പിന്നെ ചരിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ 4 കല്ലുകൾ ചേർന്ന് ആ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ ഇതുപോലൊരു നിർമ്മിതിയുണ്ട്. ഇതിൻ്റെ എൻട്രൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് വട്ടം കറങ്ങി. എവിടെയൊന്നും മനസ്സിലാവുന്നില്ല. വൈകുന്നേരം ഇവിടെ നിന്ന് സൺസെറ്റ് കാണാൻ വളരെയധികം ഭംഗിയുണ്ട്. കാരണം ഈ ഇത്ര സ്ഥിതി ചെയ്യുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. ഇതിൻ്റെ ചുറ്റിലും ഹൈവേ കടന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള എൻട്രൻസ് കണ്ടുപിടിക്കാൻ ദൈവമേ കറങ്ങി ഒരു വഴിയായി. ഇതെവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ സെക്യൂരിറ്റികളെ കാണാനില്ല. ഇതൊരു അവിടെ ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട്, മനസ്സിലാവുന്നില്ല. ഓക്കെ, അവസാനം കണ്ടു കിട്ടി. ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. കറങ്ങി ഇതിലൂടെയാണ് നമ്മൾ ഇത്രയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇത്രയുടെ എൻട്രൻസ് ഇവിടെയാണ്. ഇതിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് കറങ്ങി നമ്മൾ. പക്ഷേ ഇത് അണ്ടർഗ്രൗണ്ടിലാണ് ഈ എൻട്രൻസ് വരുന്നത്. അതാണിത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നത്. ഇതാണ് ഇത്രയ്ക്കിട്ട് അകത്ത് കയറുമ്പോൾ ഉള്ളത്. ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. ഇതിലൂടെ നമ്മുടെ സാധനങ്ങളും കടത്തി വിടണം.
ഇത്രയുടെ അകത്തെത്തിയുള്ള കാഴ്ചയാണത്. അവിടുത്തെ ഒരു ലോബി ഇങ്ങനെയാണ്, കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. ഇതിൻ്റെ ഈ ഭാഗത്താണ് കിഡ്സ് മ്യൂസിയം വരുന്നത്. ഇവിടെ ഇത്ര സിനിമ എന്ന് പറഞ്ഞാൽ ഇവിടെ തിയേറ്റർ ഉണ്ട് ഇതിനകത്തുനിന്ന്. പിന്നെ ഇതിൻ്റെ മുകളിൽ മ്യൂസിയം വരുന്നുണ്ട്. ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. ഇവിടുത്തെ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,15,000 പരം ബുക്കുകളുള്ളൊരു വലിയൊരു ലൈബ്രറിയാണ്. ഇതിനകത്തും ആ ഒരു സ്റ്റീൽ റോഡിൻ്റെ ഒരു ഡിസൈൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, ഇതിനകത്തേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വലിയൊരു ബിൽഡിങ്ങാണ്. ഇതാണ് ഇവിടുത്തെ ചിൽഡ്രൻസ് മ്യൂസിയം. ഇത് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറണം. ഇതിനകത്തേക്ക് കയറുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസൊക്കെയാണ് ഇതിനകത്ത്. അപ്പോൾ ചിൽഡ്രൻസ് മ്യൂസിയത്തിൽ കുട്ടികൾക്കുള്ള ആർട്ട് വർക്ക്ഷോപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതെന്നും ഉണ്ടെന്നാണ് പറയുന്നത്. അത് കുട്ടികൾക്ക് അവരുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും അതിനുള്ള വർക്ക്ഷോപ്പുകൾ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കഫേ ഉണ്ട്. അതിൻ്റെ ഓപ്പൺ ഡൈനിങ് പുറത്തുണ്ട്. ഇത് വലിയൊരു ലോബിയാണ്. വളരെ നന്നായിട്ട് ഇൻറ്റീരിയർ ചെയ്തൊരു ലോബിയാണ്. ഇത് പല വഴികളായിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നുണ്ട്. ആ ഓരോ കല്ലും അതിങ്ങനെ വന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിന് 2 വിടവിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു കൗണ്ടർ ഉണ്ട്. ഇവിടെ നമുക്ക് ഇത്ര മെമ്പർഷിപ്പൊക്കെ എടുക്കാനുള്ള ഒരു കൗണ്ടറാണ് ഇവിടെ. തന്നെ ഇവിടെയുള്ള പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഇവർ നമുക്ക് മുന്നേ കൂട്ടി അറിയിക്കുകയും ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. മെമ്പർഷിപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാള്, അതായത് സുവനീർ ഫ്രം ഇത്ര എന്ന് എഴുതിയൊരു കൗണ്ടറാണിത്. ഇവിടെ അവർ കുറച്ച് ഡ്രസ്സുകളുണ്ട്, ബാഗുകളുണ്ട്, പിന്നെ പെർഫ്യൂംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവർ ചെയ്തിട്ടുണ്ട്. ഇത്ര സ്റ്റോറിൽ നിന്നാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് വലിയൊരു കോഫി ഷോപ്പാണ്. അതിൻ്റെ ഈ ഭാഗത്ത് സ്റ്റാഫിൻ്റെ ഡൈനിങ് ആണ്. അവിടെ ഇതാണ് ഇവിടുത്തെ ലൈബ്രറിയുടെ കാഴ്ചകൾ. 3 നിലകളിലായിട്ടാണ് ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 അല്ല 4 നിലകളിലായിട്ടാണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ ലൈബ്രറിയുടെ കാഴ്ചകൾ. വളരെ ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെയുള്ള ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലും അറബിയിലുമുള്ള ബുക്സുകളാണ്. 3,15,000 പരം ബുക്കുകൾ ഉള്ളൊരു ലൈബ്രറിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു കോഫി ഷോപ്പ് ഇവിടെയുണ്ട്. പിന്നെ പുസ്തകങ്ങൾ വായിക്കാനൊക്കെ ഉള്ള സ്പേസ് അത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലൈബ്രറീൻ്റെ 5th ഫ്ലോറിലാണ്. അതായത് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ്. ഇവിടെ ഒരു പ്രത്യേക ഡിസൈനിലാണ് ബുക്ക് ഷെൽഫുകളൊക്കെ ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്.
ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് 4 നിലയിലേക്കും കയറാൻ വേണ്ടിയിട്ട്. ലൈബ്രറിനെ മൊത്തത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് അപ്പുറത്ത് ലിഫ്റ്റും ഉണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ലൈബ്രറി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാ ഫ്ലോറിലും ഇതുപോലെ തന്നെയാണ്, വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ ഡിസൈൻ എടുത്തു പറയേണ്ട ഒരു ഘടകമാണ്. കാരണം ഓരോ ലെവലും സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ രീതിയിലാണ്. വളരെ ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ഇത്ര മ്യൂസിയം വരുന്നത്. ഇതൊരു മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിനകത്ത് സൗദി കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ ഇസ്ലാമിക് അവരുടെ റിലീജിയനായിട്ട് ബന്ധപ്പെട്ടതായിട്ട് കാര്യങ്ങളാണ് മ്യൂസിയത്തിനകത്തുള്ളത്. ഇതിനകത്തേക്ക് കയറാൻ 35 റിയാലാണ് കോസ്റ്റ് വരുന്നത്. ഇവിടെ അതിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം, ഇതിനകത്തേക്ക് പോവാം. അതായത് സൗദിയുടെ സ്പെഷ്യലി ഇവർ സൗദി കൾച്ചർ ഇസ്ലാമിക് റിലീജിയനായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. സമയം കുറച്ച് വൈകിയുണ്ട്, ഞാൻ അകത്തേക്ക് കയറുന്നില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ചുറ്റിലുള്ള 3 ടവറിൽ മാത്രമേ പുറത്തുനിന്നുള്ള ഗസ്റ്റിനൊക്കെ ഇവിടെ വിസിറ്റിംഗ് അലൗഡ് ഉള്ളൂ. ഇതിൻ്റെ സെൻറ്ററിലുള്ള വലിയ ടവർ അവിടത്തേക്ക് പ്രവേശനമല്ല. ഇത്രയിൽ വരുമ്പോൾ ഇവിടുത്തെ നടുവിലെ വലിയ ടവറിൽ നമുക്ക് 14ാമത്തെ നിലയിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒക്ടോ എന്ന് പറഞ്ഞുള്ള ഒരു ഗ്രീക്ക് റെസ്റ്റോറൻറ്റ്. നമുക്ക് അവിടത്തേക്ക് മാത്രമേ ഇവിടെ അലൗഡ് ഉള്ളൂ. ബാക്കിയുള്ള ആ ടവറിലെ ബാക്കിയുള്ള ഫ്ലോറിലെല്ലാം ഇവിടുത്തെ ഓഫീസുകളൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഇവരുടെ മീറ്റിംഗ് റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ വലിയ ടവറിനോട് ചുറ്റിയുള്ള ബാക്കി 3 ബിൽഡിങ്ങുകളിലാണ് ഇവിടുത്തെ മ്യൂസിയം, സിനിമ, ചിൽഡ്രൻസ് മ്യൂസിയം, അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റുള്ള റെസ്റ്റോറൻറ്റുകൾ, ലൈബ്രറി, പിന്നെ ഈ ഒരു ലോബി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ വലിയ ടവറിൽ നമുക്ക് ആ മുകളിലെ റെസ്റ്റോറൻറ്റിലേ മാത്രമേ എൻട്രി ഉള്ളൂ. പിന്നെ മ്യൂസിയത്തിലേക്ക്, ചിൽഡ്രൻസ് മ്യൂസിയത്തിലേക്ക് നമുക്ക് ഫീ കൊടുക്കണം. അതുപോലെ തന്നെ മ്യൂസിയത്തിലേക്കും നമുക്ക് 35 റിയാലാണ് ഒരാൾക്ക് ഫീ വരുന്നത്. അത് സൗദി കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ ഇസ്ലാമിക്കുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ റിലീജിയനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മ്യൂസിയത്തിലുള്ളത്. അപ്പോൾ ഒന്ന് സമയം വൈകിയതുകൊണ്ട് ഞാൻ മ്യൂസിയത്തിനകത്തേക്ക് കയറിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ നിൽക്കണം. താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.